നമസ്കാരം. അജിത് ഡോവൽ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ക്യാബിനറ്റ് പദവിയോട് രണ്ടാം വട്ടവും പ്രധാനമന്ത്രി പരമപ്രധാന ദൗത്യമേൽപ്പിച്ച ഡോവൽ കേരളത്തിന് ഉറ്റ ചങ്ങാതിയും രക്ഷകനുമാണ്. ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും രക്ഷാദൂതനായി ഡോവൽ എത്തും. അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ. ISIS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 46 മലയാളി നേഴ്സുമാരെ 2014 ഇറാഖിലെ തിക്രത്തിൽ നിന്ന് രക്ഷിച്ചത് ഡോവലിന്റെ മിടുക്കിലായിരുന്നു. ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ലിബിയയിൽ കുടുങ്ങിപ്പോയ 18 നേഴ്സുമാരെ സൈന്യത്തിന്റെ സഹായത്തോടെ ട്രിപ്പോളിയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചതിലും ഡോവലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യമനിൽ കുടുങ്ങിയ നേഴ്സുമാരെ രക്ഷിക്കാനും ഡോവലെത്തി. അതിർത്തി മേഖലയിൽപ്പെടുന്ന കേരളത്തിൽ സുരക്ഷാ ഏകോപനത്തിന് ഡോവൽ രഹസ്യമായി എത്താറുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കവേ തന്റെ വ്യക്തിത്വം കണ്ടുപിടിക്കപ്പെട്ട ഒരു സംഭവം അജിത് ഡോവൽ തന്നെ വെളിപ്പെടുത്തുകയാണ്. ലാഹോറിൽ ഫാരിയേലി എന്ന പേരായ വലിയൊരു പള്ളിയുണ്ട്. ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം. സ്വാഭാവികമായി താനും പലതവണ ആ പള്ളിയിൽ പോകുമായിരുന്നു. പാകിസ്ഥാനിൽ ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത്. ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു പ്രവർത്തനം. അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ പ്രായമേറിയ ഒരു മനുഷ്യൻ എന്നെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു. വെളുത്ത താടി നീട്ടി വളർത്തിയ രൂപമായിരുന്നു അയാളുടേത്. അടുത്തെത്തിയപ്പോൾ നിങ്ങൾ ഹിന്ദുവാണോ എന്നായിരുന്നു ആ മനുഷ്യന്റെ ചോദ്യം. അല്ല എന്ന് താനും മറുപടി നൽകി. എങ്കിൽ എനിക്കൊപ്പം ഒന്ന് വരൂ എന്ന് പറഞ്ഞ് അയാളിനെ പള്ളിക്കകത്തേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ റൂമിനുള്ളിൽ കയറി ഉടനെ വാതിലടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദു തന്നെയാണ്. തെളിവായി കണ്ടെത്തിയത് എൻ്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ കുത്തിയ പാടായിരുന്നു. തുടർന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വിശ്വസിച്ചില്ല. എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തോളൂ, അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് ഒരു കാര്യം കൂടി ആ മനുഷ്യൻ പറഞ്ഞു, ഞാനും ഒരു ഹിന്ദുവാണ്. എന്റെ സ്വന്തക്കാരെയെല്ലാം ഇവിടെയുള്ളവർ കൊലപ്പെടുത്തി. നിങ്ങളെ പോലെയുള്ളവർ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം 33 വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിലുണ്ടായിരുന്ന ഡോവൽ 10 വർഷം IB ഓപ്പറേഷൻ വിഭാഗത്തിന്റെ മേധാവിയുമായിരുന്നു. പാകിസ്ഥാനെ മെരുക്കിയ ഉരുക്കുമുഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈയായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ പോലും കരുതുന്നത്. 2005 വരെ ഇന്ത്യയുടെ ചാരസംഘടനകളിൽ അംഗമായിരുന്നു ഡോവൽ. കൂടുതൽ ബഹളമുണ്ടാക്കുന്ന പരുക്കനായ അന്തരീക്ഷത്തിന്റെ ചൂടേറ്റുന്ന ഉദ്യോഗസ്ഥനാണ് ഡോവൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ ചൂടൻ വർത്തമാനമാണ് ഡോവലിൻ്റെതും. തന്റെ ബോസിന് വേണ്ടിയാണ് ഡോവൽ എല്ലാം ചെയ്യുന്നത്. 1980കളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഡോവൽ പ്രവർത്തിച്ചിരുന്നു. ദൈവമേ, ഉരുക്കു മുഷ്ടിയുള്ള ഇയാളോടാണല്ലോ രാജ്യം ഇടപെടേണ്ടതെന്നാണത്രേ അന്ന് പാകിസ്ഥാനും ISIയും വിചാരിച്ചിരുന്നത്. ആരെയും അത്രയധികം വിശ്വസിക്കാത്ത ഒരു പ്രകൃതക്കാരൻ കൂടിയാണ് ഡോവൽ. പാകിസ്ഥാനുമായി ഇടപെടുമ്പോൾ എപ്പോഴും കടുപ്പക്കാരനല്ല അദ്ദേഹം. മോദിയുടെ മാത്രമല്ല, മണി ദീക്ഷിതിന്റെയും MK നാരായണന്റെയും പാത ഡോവൽ പിന്തുടരാറുണ്ട്. സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന് രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിക്കൊടുത്തു. കീർത്തിചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഡോവൽ. മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞു കയറി സംഘടനയെ ഛിന്ന ഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഡോവലിന്റെ തലച്ചോറാണ്. എയർ ഇന്ത്യ വിമാനം രാജ്യ താലിബാൻ ഭീകരരുമായി വിലപേശാൻ കാണ്ഡഹറിലേക്ക് അയച്ചതും ഡോവലിനെ തന്നെ. 41 തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം 3 ആക്കി കുറച്ചത് ഡോവലിന്റെ മിടുക്കാണ്. കൂടാതെ ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാർട്ടി പദ്ധതിയിലുമുണ്ട്.